നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. കാണിക്കുന്ന ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട. ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോയിൽ പോണത്? അല്ല, വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിന് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മളിന്ന് ആദ്യമായിട്ട് മൂരിനെയും പോത്തിനെയൊക്കെ ഒന്ന് തൊഴുത്തുനിന്ന് പുറത്തേക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂരി ആദ്യം ഓടാനുള്ള ശ്രമമൊക്കെ നോക്കി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ മോന്തക്കയറി ചെറുതായി ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ സമയത്തൊന്നും കെട്ടാറില്ല, അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ മാത്രം ഒന്ന് കെട്ടിയതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പാണ്. ഇത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇതാ വെറുതെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടേക്കൊന്ന് കൊണ്ടുവന്ന് കെട്ടിയെടുക്കണേ. മൂരി നമ്മുടെ പോത്തുകളെ പോലെ അങ്ങനെ എല്ലാ പുല്ലും തിന്നില്ല കേട്ടോ. ചിലതൊക്കെ മണത്ത് നോക്കിയിട്ട് തിന്നില്ല, അവിടെ തന്നെ വെക്കുകയാണ്. നമ്മൾ വെയിലൊന്ന് ചൂടാവണവരെ ഇവിടെ കിട്ടണുള്ളൂ. അതിന് ശേഷം അപ്പുറത്തേക്ക് മാറ്റി കെട്ടണം, അല്ലെങ്കിൽ തൊഴുത്തേക്ക് ഒന്ന് മാറ്റി കെട്ടണം. ഇപ്പോൾ നമ്മൾ മൂരിൻ്റെ കൂട്ടത്തിലല്ല കെട്ടിയിരിക്കണം, ഒന്ന് മാറ്റിയിട്ടാണ് കെട്ടിയിരിക്കണേ. നമ്മുടെ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് പുല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടിനും മോന്തക്കയർ ഇടാറില്ല, അപ്പോൾ തൊഴുത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇട്ടതാണ്. അതുകളൊക്കെ മാറ്റി കെട്ടിട്ട് നമ്മൾ തൊഴുത്തൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വെയിലാകുമ്പോൾ ഒന്ന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് കെട്ടണം. എന്നിട്ട് നമ്മൾ സാധാരണ പുല്ലിട്ട് കൊടുക്കുക ചെയ്യാറ്, അങ്ങനെ വിട്ടാക്കാറില്ല. ഇന്നൊന്ന് പുറത്തേക്ക് മാറ്റി കെട്ടിയതാണ്.